കള്ളാടി ദുരന്തബാധിതരോട് സർക്കാരിന്റെ കടുത്ത അനാസ്ഥ. ക്യാമ്പിൽ കഴിഞ്ഞുള്ള സ്ത്രീകളടക്കമുള്ളവർക്ക് വസ്ത്രമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പരാതി. കുളിക്കാനായി പോലും തിരിച്ച് വീടുകളിലേക്ക് പോകാനായിരുന്നു നിർദ്ദേശം. അതേസമയം തൊഴിലാളികളെ സുരക്ഷിതമായി പാർപ്പിക്കാമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ ഉറപ്പിനെ തുടർന്ന് ക്യാമ്പ് പിരിച്ചുവിട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ആളുകളെ മാറ്റുന്നത് മാനേജ്മെന്റുമായുള്ള ധാരണ പ്രകാരമെന്ന മേപ്പാടി പഞ്ചായത്ത് അംഗം വ്യക്തമാക്കി. അവിടെ 3-ാം നമ്പർ പറഞ്ഞു ആണക്കാടാണ്. അവിടെ വീട് എന്താണെന്ന് അറിയില്ല, ഏത് കണ്ടീഷനിലും നമുക്ക് അറിയില്ല. പെട്ടെന്ന് പോയി കിടക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ കാര്യം ഒന്നും നോക്കിയില്ല. വണ്ടി അവിടെ മണ്ണിൽ കുടുങ്ങിയിട്ട് ഞാനും എൻ്റെ 900 കണ്ടിൽ ഓടുന്ന ഡ്രൈവർമാർക്ക് ചേർന്നിട്ട് കൈ കൊണ്ട് മണ്ണ് മാന്തി എൻ്റെ ജീപ്പ് കൊണ്ട് കെട്ടി വലിച്ച് റോഡിലേക്ക് ആക്കി ചെയ്ത്. അതിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിക്ക് എടുത്തില്ല. ഇറങ്ങി ഇവർക്ക് എന്താ, ഇവർക്കൊരു എന്താ, ഞങ്ങൾ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ക്യാമ്പിൽ നിർത്തി ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കൊടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു വിചാരിക്കുന്നത്. പക്ഷേ ജീവനെ കുറിച്ച് ഒരാൾ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഇവർക്ക് എന്താ എല്ലാം ഫുഡ് കൊടുത്ത് ഇറക്കി വിടണം, അതോടെ കഴിഞ്ഞ്. ഇന്നലെ എൻ്റെ മക്കളൊക്കെ ഇവിടെ ഇട്ടിട്ട് ചൂരമലക്കാർ 2024 ചൂരമല പൊട്ടിയില്ല, ആ സമയം ഞാൻ റെസ്ക്യൂ ടീമായിട്ട് എൻ്റെ വണ്ടി ഓടി കൊടുത്തതാണ്. അത് ഇവിടെ കടന്നിട്ട് ഇന്നലെ രാവിലെ തൊട്ട് ഇവിടെ നിന്ന് രാവിലെ 3 ട്രിപ്പ് എൻ്റെ സ്വന്തം പൈസ മുടക്കിയിട്ടാണ് 3 ട്രിപ്പ് അങ്ങോട്ടേക്കും 3 ട്രിപ്പ് ഇങ്ങോട്ടേക്കും അടിച്ച്. അതേപോലെ വൈകുന്നേരം വണ്ടി ഇല്ലാതെ പറഞ്ഞിട്ട് അതേപോലെ വൈകുന്നേരം അടിച്ചു കൊടുത്ത് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് കൊടുത്തിട്ടും പിന്നെ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞാൽ എവിടെ പോവാണ്? അല്ലെങ്കിൽ മൊത്തത്തിൽ ഞങ്ങൾ പോകാൻ പറയാം, ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം പോയിക്കോളാം. അത്ര വെസ്റ്റ്മെൻറ്റ് എൻ്റെ കാര്യം പറയാം. എൻ്റെ പേര് കണ്ണൻ. ഈ ഒരു പൊട്ട് കേട്ട് ഉണർന്നു, പിന്നെ അടുത്ത പൊട്ടി ഒരു മണിക്കൂർ എല്ലാം ഉള്ളിൽ 2 ദിവസം മുന്നേ ആയിരിക്കും. 2 ഡേയ്സ് ഉണ്ട്. PV ജോഷില കൂടി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജോഷില, സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ക്യാമ്പിൽ കഴിയുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി നൽകിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ തൊഴിലാളികളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ ഉറപ്പിനെ തുടർന്ന് ക്യാമ്പ് പിരിച്ചുവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ ക്യാമ്പിൽ നിന്ന് എല്ലാവരും മടങ്ങിയോ? എന്താണ് അറിയാൻ കഴിയുന്നത്? ആര്യ, പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ക്യാമ്പ് സംബന്ധിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യമായ ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തില്ല, അന്തേവാസികൾക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരെ ഇപ്പോൾ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നേരത്തെ കേട്ട കണ്ണൻ്റെ ബൈറ്റിലുള്ളത്. ആ കണ്ണൻ പറയുന്ന കാര്യം, ഏലച്ചെടികൾ ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞാണ് എസ്റ്റേറ്റ് മാനേജറുമായി ചർച്ച നടത്തി. എസ്റ്റേറ്റ് മാനേജറുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ല, കാരണം അത്രയേറെ അപകടകരമായ അവസ്ഥയിലാണ്. ഞങ്ങളുടെ ആയുസ്സിന് വിലയൊന്നുമില്ലേ എന്നുള്ളതാണ് കണ്ണൻ ചോദിക്കുന്നത്. കണ്ണൻ അവിടുത്തെ ആര്യ നേരത്തെ വായിച്ചതുപോലെ പഞ്ചായത്ത് മെമ്പറൊന്നുമല്ല, ഒരു സാധാരണക്കാരനായ തൊഴിലാളിയാണ് കണ്ണനാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇവിടെ നിന്നും വീണ്ടും അകത്തേക്ക് തന്നെ കയറിപ്പോയത്, പോളിടെക്നിക്കിലേക്ക് തന്നെ കയറിപ്പോയത്. പോളിടെക്നിക്ക് മറ്റ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതാണ്, നാളെ പോളിടെക്നിക്ക് തുറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും ഇവരെ ഇറക്കി വിടുന്നത്. അങ്ങനെ പോകാൻ സാധിക്കില്ല, പോവില്ല എന്ന് തന്നെയാണ് കണ്ണനടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അവഹേളനമാണ്, അല്ലെങ്കിൽ ഇവരുടെ ആയുസ്സിന് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിലാണ്, അതിന് വിലവെക്കാത്ത രീതിയിലാണ്. നേരത്തെ തന്നെ വസ്ത്രം നൽകിയില്ല, അവരെ പീഡിപ്പിച്ചു, എല്ലാം വലിയ പ്രശ്നമായി വാർത്തയായപ്പോൾ ക്യാമ്പ് പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ക്യാമ്പ് പിരിച്ചുവിടാൻ തീരുമാനിച്ചുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്ത് പഠിച്ചിട്ടാണ് ഇവരൊക്കെ തന്നെ ഇങ്ങനെ പറയുന്നത്? ഈ അന്തേവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ദുരന്ത മേഖലയുള്ള ആളുകളെ സർക്കാരാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. സർക്കാർ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് പോലും അവർക്ക് വേണ്ടുന്ന ഒരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, എന്തായാലും കടുത്ത അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി നൽകാതെയാണ് ഈ ദുരന്തബാധിതരോടുള്ള സർക്കാരിന്റെ കരുതൽ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.